എല്ലാ വിദ്യാർത്ഥികൾക്കും സിഡ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് വണ്ണിലെ ബോട്ടണി ടെക്സ്റ്റ് ബുക്കിലെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ ഓസ്മോസിസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓസ്മോസിസ്. ഓസ്മോസിസ് എന്താണ്? ഓസ്മോസിസ് എന്ന് ചോദിച്ചാൽ ഓസ്മോസിസ് എന്ന് പറയുന്നത് സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. ഓസ്മോസിസ് എന്താണ്? സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദെയർ ഹയർ കോൺസെൻട്രേഷൻ. എവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്? ഫ്രം ദെയർ higher concentration. It is the movement of solvent molecules from their higher concentration to their lower concentration. എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? To their lower concentration. എവിടെ നിന്നും എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പ് അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. അത് ഒരു മെംബ്രെയിൻ ആണ്. അതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഡെഫിനിഷൻ പറയുന്നത്? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ദെയർ ഹയർ കോൺസെൻട്രേഷൻ ടു ദെയർ ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അല്ലെങ്കിൽ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾ. സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ്. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ദെയർ ഹയർ കോൺസെൻട്രേഷൻ ടു ദെയർ ലോവർ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക്. എങ്ങനെയാണ്? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെമി പെർമിയബിൾ മെംബ്രെയിൻ. ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ക്രോസ് ചെയ്തുകൊണ്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. എന്താ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ചാൽ? അതായത് സെമി പെർമിയബിൾ മെംബ്രെയിന് ഒരു എക്സാമ്പിളാണ് എഗ് മെംബ്രെയിൻ. എഗ് മെംബ്രെയിനില്ലേ, നമ്മുടെ മുട്ടയുടെ ആ ഒരു തോടൊക്കെ മാറ്റിയിട്ട് വരുമ്പോൾ ആ ഉള്ളിലൊരു വെള്ള കളറിലുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു പാടയുണ്ട്, ഒരു സ്ഥലം. ഓക്കെ, ഒരു മെംബ്രെയിൻ ലെയർ. അപ്പോൾ അതിനെയാണ് ആ മുട്ടയുടെ ആ തോട് മാറ്റി കഴിയുമ്പോൾ വരുന്ന ആ ഒരു വെള്ള കളറിലുള്ള നേർത്ത മെംബ്രെയിൻ ഉണ്ട്. അത് എന്തിന് എക്സാമ്പിളാണ്? അതാണ് എഗ് മെംബ്രെയിൻ. അത് എന്തിന് എക്സാമ്പിളാണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിളാണ്. അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് മെംബ്രെയിൻ എങ്കിൽ ഇവിടെ ഒരു സൊല്യൂഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ എന്ത് വരുന്നു? സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം സോൾവെൻറ്റും കാണും സൊല്യൂട്ടും കാണത്തില്ലേ? കാണും. അപ്പോൾ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട് എങ്കിൽ ഇവിടെ സൊല്യൂഷൻ ഇല്ല. മെംബ്രെയിൻ്റെ ഈ സൈഡിൽ സൊല്യൂഷൻ ഉണ്ട്, ഈ സൈഡിൽ എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അതായത് ഇവിടെ മെംബ്രെയിൻ്റെ ഈ സൈഡിൽ സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ ആരൊക്കെ ഉണ്ട്? സോൾവെൻറ്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്, ഇല്ലേ? അതായത് സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് ആണ്. ഇതിൽ ഈ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, എന്നാൽ മെംബ്രെയിൻ്റെ ഇപ്പുറത്ത് സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. മനസ്സിലായോ? ഇതാണ് മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. അതിൽ സോൾവെന്റ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഈ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോൾവെന്റ് എന്ത് ചെയ്യും? ഇവിടെ നിന്നും ഇങ്ങോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ?
എക്രോസ്. എന്തിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്? ഈ ഇടയ്ക്കുള്ള സെമി പെർമിയബിൾ മെംബ്രെയിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സോൾവെന്റ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ സൊല്യൂട്ട് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. സൊല്യൂട്ടിനെ ആര് കടത്തി വിടുന്നില്ല? ഈ മെംബ്രെയിൻ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ക്ലിയർ ആയോ? അതായത് സോൾവെന്റ് മോളിക്യൂൾസിനെ മാത്രം, അതായത് നോർമലി സോൾവെന്റ് മോളിക്യൂൾ എന്ന് വെച്ചാൽ എന്താ? വാട്ടർ ആണല്ലേ. വാട്ടറിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. സാധാരണയായി സോൾവെന്റ് ആകുന്നത് എന്താണ്? എപ്പോഴും വാട്ടർ തന്നെയായിരിക്കും. അപ്പോൾ വാട്ടർ ആണ് ഇവിടുത്തെ സോൾവെന്റ്. സോൾവെന്റിനെ മാത്രമാണ് ആര് കടത്തി വിടുന്നത്? നമ്മുടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് കടത്തി വിടുന്നത്. അവിടെ ആരെ കടത്തി വിടുന്നില്ല? സൊല്യൂട്ടിനെ കടത്തി വിടുന്നില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇതെന്താണ്? ഓസ്മോസിസ് ആണ് ഇവിടുത്തെ പ്രോസസ്സ്. ക്ലിയർ ആയോ? അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ കടത്തി വിടത്തുള്ളൂ? സോൾവെന്റിനെ മാത്രമേ കടത്തി വിടത്തുള്ളൂ. ഇപ്പോൾ സൊല്യൂഷനിലെ സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ വാട്ടറിനെ മാത്രമായിരിക്കും കടത്തി വിടുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ വാട്ടറിനെ മാത്രം കടത്തി വിടും, ഷുഗറിനെ എന്ത് ചെയ്യത്തില്ല? കടത്തി വിടത്തില്ല. സാൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ആ വാട്ടറിനെ മാത്രം കടത്തി വിടും, സാൾട്ടിനെ എന്ത് ചെയ്യത്തില്ല? കടത്തി വിടത്തില്ല. അങ്ങനെയുള്ള മെംബ്രെയിൻ ആണ് എന്ത്? സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇതിന് എക്സാമ്പിൾ ആണ് എഗ് മെംബ്രെയിൻ ഉണ്ട്. പിന്നെ നമ്മുടെ സെല്ലിന്റെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതുപോലെ തന്നെ വാക്യൂളിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന മെംബ്രെയിൻ ഉണ്ടല്ലോ, ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്താണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സോൾവെന്റിനെ അകത്തേക്ക് കടത്തിവിടും, എന്നാൽ സൊല്യൂട്ടിനെ എന്ത് ചെയ്യത്തില്ല? കടത്തി വിടത്തില്ല. ആവശ്യത്തിന് മാത്രമേ കടത്തിവിടൂ. മനസ്സിലായോ? ഇത് സെലക്ട് ചെയ്ത് സെല്ലിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടൂ ഇവരെ. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓസ്മോസിസ്? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം their higher concentration to their lower concentration through a semi-permeable membrane. This process is called osmosis. ഓക്കെ, അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? എഗ് മെംബ്രെയിൻ പറയാം, എഗ് മെംബ്രെയിൻ പറയാം. അതുപോലെ തന്നെ ഏതൊക്കെ പറയാം? പ്ലാസ്മ മെംബ്രെയിൻ, എഗ് മെംബ്രെയിൻ പറയാം, പ്ലാസ്മ മെംബ്രെയിൻ പറയാം. അതുപോലെ തന്നെ ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? വാക്യൂളിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ആവരണം, അതാണ് ടോണോപ്ലാസ്റ്റ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സെമി പെർമിയബിൾ മെംബ്രെയിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ മെംബ്രെയിൻസ് എല്ലാം എന്തിനെ മാത്രമാണ് കടത്തിവിടുന്നത്? സോൾവെന്റിനെ മാത്രമാണ് കടത്തിവിടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ സെല്ലിൽ തന്നെ ഈ പ്ലാസ്മ മെംബ്രെയിൻ കൂടാതെ സെൽ വാൾ ഉണ്ട് അല്ലേ? സെൽ വാള് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണോ? അല്ല. സെൽ വാൾ ഒരിക്കലും എന്തല്ല? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ല. അതായത് സെൽ വാള് സൊല്യൂഷനിലെ സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും കടത്തിവിടും. മനസ്സിലായോ? സെൽവാളിലൂടെ എന്ത് ചെയ്യും? സൊല്യൂട്ടും സോൾവെന്റും, അതായത് ഒരു സൊല്യൂഷൻ മുഴുവനായിട്ട് ഉള്ളിലേക്ക് പോകും. സെൽവാൾ അങ്ങനെ ഒരാളെ കടത്തിവിടും, ഒരാളെ കടത്തിവിടത്തില്ല, അങ്ങനൊന്നുമില്ല. മനസ്സിലായോ? എന്നാൽ ഉള്ളിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ അങ്ങനെയല്ല. അതെങ്ങനെയാണ്? സോൾവെന്റിനെ മാത്രമാണ് കടത്തിവിടുന്നത്. എന്നാൽ സെൽവാൾ എന്തല്ല? നോട്ട് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെൽവാൾ എന്തല്ല? നോട്ട് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ല. എന്നാൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ സെല്ലിനുള്ളിലേക്ക് ഘടകങ്ങൾ, പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്, മോളിക്യൂൾസ് ഉള്ളിലേക്ക് വരുന്നത് എപ്പോഴും ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും അല്ലേ? സെൽവാൾ എല്ലാവരെയും കടത്തിവിടും, പക്ഷേ പ്ലാസ്മ മെംബ്രെയിൻ ആരെ മാത്രമേ കടത്തിവിടൂ? ആവശ്യമുള്ളവരെ മാത്രമേ കടത്തിവിടൂ. മനസ്സിലായോ? ഇപ്പോൾ സെല്ലിനുള്ളിലേക്കുള്ള മോളിക്യൂൾസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് പറയാം.
മനസ്സിലായോ? കാരണം എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ്റെ നേച്ചർ എന്താണ്? സെമി പെർമിയബിൾ നേച്ചർ ആണ്. എല്ലാ മോളിക്യൂൾസിനെയും ഉള്ളിലേക്ക് അലോ ചെയ്യത്തില്ല, കടത്തിവിടത്തില്ല. എന്നാൽ സെൽ വാൾ എന്ത് ചെയ്യുന്നില്ല? മോളിക്യൂൾസിനെ കടത്തിവിടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സെല്ലിനുള്ളിലേക്ക് കടത്തിവിടുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം സെൽ വാൾ ആരെ വേണേലും കടത്തിവിടും. ഓക്കെ, അപ്പോൾ സെൽ വാളിന് അങ്ങനെ ഒരു നിയന്ത്രണമൊന്നുമില്ല. എന്നാൽ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രണമുണ്ട്. സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? മോളിക്യൂൾസിനെ സെലക്ട് ചെയ്ത് മാത്രമാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൊട്ടറ്റോ ഓസ്മോമീറ്റർ ആണ്. പൊട്ടറ്റോ ഓസ്മോമീറ്റർ എന്ന് പറയുന്നത് അതൊരു സെറ്റപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ഓസ്മോസിസ് എന്ന പ്രോസസ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് പോലെയാണ്. പൊട്ടറ്റോ ഓസ്മോമീറ്റർ നിർമ്മിക്കുന്നത് നമ്മുടെ സാധാ പൊട്ടറ്റോ ഇല്ലേ, പൊട്ടറ്റോ വെച്ചിട്ടാണ്. പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു ഹോൾ ഉണ്ടാക്കുന്നു. ടേക്ക് എ പൊട്ടറ്റോ ട്യൂബർ, ഒരു പൊട്ടറ്റോ ട്യൂബർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മേക്ക് എ ക്യാവിറ്റി ഇൻ ഇറ്റ്, അതിലേക്ക് ഒരു ക്യാവിറ്റി ഉണ്ടാക്കുക. ഇപ്പം ഒരു പൊട്ടറ്റോ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ എന്ത് ചെയ്യുക? കത്തി വെച്ചോ എന്തെങ്കിലും കുറച്ച് പോർഷൻ റിമൂവ് ചെയ്യുക, മാറ്റിയിട്ട് ഉള്ളിൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാക്കുക. ഉള്ളിലൊരു ക്യാവിറ്റി ഉണ്ടാക്കിയിട്ട് ആ ഉള്ളിലെ ക്യാവിറ്റിയിലേക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുക. സൊല്യൂഷൻ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു, നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ സാൾട്ട് എന്ത് വേണമെങ്കിലും ആകാം. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ, നമ്മളിവിടെ ഷുഗർ സൊല്യൂഷൻ പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ എവിടെ ഫില്ല് ചെയ്യുക? ഈ പൊട്ടറ്റോയുടെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സെറ്റപ്പിനെ, ഈ പൊട്ടറ്റോയുടെ ഉള്ളിൽ ക്യാവിറ്റി ഉണ്ടാക്കിയിട്ട് ഷുഗർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉള്ളിലെടുക്കും. ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് പൊട്ടറ്റോ ഓസ്മോമീറ്റർ എന്ന് പറയുന്നത്. എന്താണ്? പൊട്ടറ്റോ ഓസ്മോമീറ്റർ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓസ്മോസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ഇല്ലേ, ഇതിനെ നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് ആ വാട്ടറിൽ വെക്കുന്നു. വാട്ടറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ടറിനകത്ത് ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ എങ്ങനെയെങ്കിലും ഒരു മുട്ടുപിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടുത്തെ വാട്ടർ ലെവലില്ലേ, ഇവിടം വരെയാണ് സൊല്യൂഷൻ അല്ലേ? അപ്പോൾ ആ സൊല്യൂഷൻ്റെ ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, സൊല്യൂഷൻ്റെ ലെവൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വാട്ടറിൽ വെക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ പൊട്ടറ്റോയുടെ ഉള്ളിലെ സൊല്യൂഷൻ്റെ ലെവൽ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? സൊല്യൂഷൻ്റെ ലെവൽ കുറച്ചും കൂടി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, മുകളിലേക്ക് ഉയർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ബീക്കറിൽ നിന്നും വാട്ടർ എങ്ങോട്ട് പോകുന്നു? പൊട്ടറ്റോയുടെ ഉള്ളിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഓസ്മോസിസ് വഴിയാണ് പോകുന്നത്. ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണല്ലേ? പൊട്ടറ്റോയുടെ ഉള്ളിലെ സൊല്യൂഷൻ എന്താണ്? കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ആണ്. കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ. ഉള്ളിലെ സൊല്യൂഷൻ എങ്ങനെയാണ്? കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ആണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ അവിടെ വാട്ടറിൻ്റെ അളവ് കുറച്ചും കൂടി എങ്ങനെയായിരിക്കും? ഈ പുറത്ത് വാട്ടറിൻ്റെ അളവ് എങ്ങനെയാണോ അതിനേക്കാൾ കുറച്ചുകൂടി കുറവായിരിക്കും. ഇവിടെ എന്തിൻ്റെ അളവ് കൂടുതലായിരിക്കും? സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഷുഗറിൻ്റെ അളവ് കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പുറത്ത് നോക്കിയേ, ഇതാണ് പുറം ഭാഗം അല്ലേ? പുറത്ത് ഇവിടെ വാട്ടറിൻ്റെ അളവ് കൂടുതലാണ്. എന്നാൽ നമ്മുടെ പൊട്ടറ്റോയുടെ ഉള്ളിൽ നോക്കിയേ, പൊട്ടറ്റോയുടെ ക്യാവിറ്റിക്കുള്ളിലെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ വാട്ടറിൻ്റെ അളവ് എങ്ങനെയാണ്? കുറവാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ വന്നു,
ഇവിടെ ഒരു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ വന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ ബീക്കറിലെ വാട്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഇതിനുള്ളിലേക്ക്, അതായത് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് അവിടെ നടക്കുന്ന ആ ഒരു ഇൻക്രീസ് ഇൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, ഇവിടുത്തെ ആ സൊല്യൂഷൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോ ഓസ്മോമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം? ഓസ്മോസിസ് എന്ന പ്രോസസ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ടേക്ക് എ പൊട്ടറ്റോ ട്യൂബർ ആൻഡ് മേക്ക് എ ക്യാവിറ്റി ഇൻ ഇറ്റ്. ഒരു പൊട്ടറ്റോ ട്യൂബർ എടുക്കുക, എന്നിട്ട് അതിൽ എന്തുണ്ടാക്കുക? ചെറിയൊരു ക്യാവിറ്റി ഉണ്ടാക്കുക. ഫോർ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ഇൻ ദ ക്യാവിറ്റി. ക്യാവിറ്റിയിലേക്ക് എന്ത് കൊടുക്കുക? കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ദിസ് സെറ്റപ്പ് ഈസ് കാൾഡ് പൊട്ടറ്റോ ഓസ്മോമീറ്റർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊട്ടറ്റോ ഓസ്മോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ, ഇനി നമ്മൾ ഇത് കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദ ലെവൽ ഓഫ് ഷുഗർ സൊല്യൂഷൻ ഇൻ ദ ക്യാവിറ്റി വിൽ റൈസ്. ആ ക്യാവിറ്റിക്കുള്ളിലെ ഷുഗർ സൊല്യൂഷൻ എന്ത് ചെയ്യും? അതിൻ്റെ ലെവൽ എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? കാരണം എന്താണ്? ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു ദ ക്യാവിറ്റി. ക്യാവിറ്റിക്കുള്ളിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. കാരണം ഇവിടെ സൊല്യൂഷൻ അല്ലേ, അപ്പോൾ ഇവിടെ ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വാട്ടർ കൂടുതലാണ്, ഇവിടെ വാട്ടർ കുറവാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ വാട്ടർ കൂടിയെടുത്ത് നിന്നും കുറഞ്ഞെടുത്തേക്ക് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ പൊട്ടറ്റോ ഇല്ലേ, അപ്പോൾ ആ പൊട്ടറ്റോയുടെ മെംബ്രെയിൻ ഇല്ലേ, അതാണ് അവിടെ എന്തായിട്ട് മാറിയത്? സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് മാറിയത്. മനസ്സിലായോ? അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിയെടുത്ത് നിന്നും കുറഞ്ഞെടുത്തേക്ക് എന്ത് ചെയ്തു? വാട്ടർ മൂവ് ചെയ്തു. എങ്ങനെ? ഓസ്മോസിസിലൂടെ. ക്ലിയർ ആയല്ലോ? അതാണ് പൊട്ടറ്റോ ഓസ്മോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് തിസിൽ ഫണൽ ഓസ്മോസ്കോപ്പ്. എന്താണ്? തിസിൽ ഫണൽ ഓസ്മോസ്കോപ്പ്, അതായത് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓസ്മോസിസ് യൂസിങ് തിസിൽ ഫണൽ ഓസ്മോസ്കോപ്പ്. ഇതാണ് തിസിൽ ഫണൽ. ഓക്കെ, ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഫണലാണ് തിസിൽ ഫണൽ. ഈ തിസിൽ ഫണൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഓസ്മോസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതെന്നാണ്. ശ്രദ്ധിച്ചേ, ഒരു തിസിൽ ഫണൽ എടുക്കുക, എന്നിട്ട് അതിലേക്ക് എന്ത് ഫില്ല് ചെയ്യുക? സൂക്രോസ് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. എ തിസിൽ ഫണൽ ഈസ് ഫിൽഡ് വിത്ത് സൂക്രോസ് സൊല്യൂഷൻ. കണ്ടോ, ഇതാണ് നമ്മുടെ തിസിൽ ഫണൽ. എന്നിട്ട് ഇതിലേക്ക് എന്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു? സൂക്രോസ് സൊല്യൂഷൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടോ, അങ്ങനെ സൂക്രോസ് സൊല്യൂഷൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? കെപ്റ്റ് ഇൻവേർട്ടഡ് ഇൻ ദ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ. ഒരു ബീക്കർ, ഈ ബീക്കറിനകത്ത് വാട്ടർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ വാട്ടർ വെച്ചിട്ടുള്ള ബീക്കറിലേക്ക് ഈ തിസിൽ ഫണൽ, സൂക്രോസ് സൊല്യൂഷൻ നിറച്ച തിസിൽ ഫണൽ എന്ത് ചെയ്യുക? ഇറക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ സൂക്രോസ് സൊല്യൂഷൻ ഇല്ലേ, അതായത് തിസിൽ ഫണലിലെ സൂക്രോസ് സൊല്യൂഷനെയും അതുപോലെ തന്നെ ബീക്കറിലെ വാട്ടറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഇടയ്ക്കൊരു മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ടാണ് നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എഗ് മെംബ്രെയിൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളത് കവർ ചെയ്ത് രണ്ട് സൊല്യൂഷനെയും എന്ത് ചെയ്തിരിക്കുന്നു? സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ബീക്കറിൽ എന്താ ഉള്ളത്? വാട്ടർ ആണുള്ളത്. ബീക്കറിൽ വാട്ടർ ആണുള്ളത്. ഇവിടെ എന്താ ഉള്ളത്? സൂക്രോസ് സൊല്യൂഷൻ ആണുള്ളത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടുത്തെ ഈ സൂക്രോസ് സൊല്യൂഷൻ ഇല്ലേ, ആ സൂക്രോസ് സൊല്യൂഷൻ്റെ ലെവൽ കുറച്ചും കൂടി, ഇപ്പം ലെവൽ ഇവിടം വരെ ആണല്ലോ, കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ ലെവൽ ദേ ഇങ്ങോട്ട് ഉയരുന്നത് കാണാം. മനസ്സിലായോ? സൂക്രോസ് സൊല്യൂഷൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി റൈസ് ചെയ്യുന്നത് കാണാം, മുകളിലേക്ക് ഉയരുന്നത് കാണാം. ഇത് എവിടം വരെ ഉയരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എത്രത്തോളം ഉയരും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തെയും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നത് വരെ ഉയരും. മനസ്സിലായോ?
കാരണം ഇവിടെ ബീക്കറിൽ എന്താ ഉള്ളത്? വാട്ടർ ആണുള്ളത്. ബീക്കറിൽ എന്താ ഉള്ളത്? വാട്ടർ ആണുള്ളത്. തിസിൽ ഫണലിനുള്ളിൽ എന്താ ഉള്ളത്? സൂക്രോസ് സൊല്യൂഷൻ ആണുള്ളത്. അവിടെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. അവിടെ വാട്ടറിന്റെ അളവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? എന്നാൽ ബീക്കറിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഫണലിനുള്ളിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കൂടിയ ബീക്കറിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ തിസിൽ ഫണലിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. എങ്ങനെ മൂവ് ചെയ്യും? ഈ എഗ് മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ മൂവ് ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആ സൊല്യൂഷന്റെ ലെവൽ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അതായത് ഇവിടെ ഓസ്മോസിസ് നടക്കും. മനസ്സിലായോ? അപ്പോൾ ഓസ്മോസിസിന്റെ ഫലമായിട്ടാണ് തിസിൽ ഫണലിലെ സൊല്യൂഷന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കാരണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ രണ്ടിടത്തെയും ബാലൻസ് ആകുന്ന സമയത്ത്, അതായത് ഇക്വിലിബ്രിയം ആകുന്ന സമയത്ത് ഇവിടുത്തെയും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഏകദേശം ഒരുപോലെ ആകുന്നത് വരെ എന്ത് ചെയ്യും? ഈ ഒരു ഓസ്മോസിസ് എന്ന പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓസ്മോസിസ് യൂസിങ് തിസിൽ ഫണൽ. ഓക്കെ, തിസിൽ ഫണൽ ഓസ്മോസ്കോപ്പ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഓസ്മോസിസ് വഴി ലെവൽ കൂടുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ദാണ്ടെ ഇവിടെ ഒരു പിസ്റ്റൺ വെക്കുന്നു. ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്കൊരു പിസ്റ്റൺ ഇറക്കി വെക്കുന്നു. ഉള്ളിലേക്കൊരു പിസ്റ്റൺ വെച്ചിട്ട് മുകളിൽ നിന്നും താഴേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് മുകളിൽ നിന്നും താഴേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നടക്കുന്ന ഓസ്മോസിസ് എന്ന പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രഷർ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇഫ് ആൻ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ്, എക്സ്റ്റേണൽ ആയിട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഫ്രം ദ അപ്പർ പാർട്ട് ഓഫ് ദ ഫണൽ, ഫണലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഓസ്മോസിസ് സ്റ്റോപ്സ്. ഓസ്മോസിസ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഓസ്മോസിസ് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പ്രഷർ ആണോ കൊടുക്കുന്നത്, എത്രത്തോളം പ്രഷർ ആണോ അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊന്ന് പറയുന്നത് ഒരു പ്രഷറാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദിസ് പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് pressure is a pressure required to stop osmosis. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പ്രഷർ എത്രയാണോ ആ പ്രഷറിന്റെ അളവിനെയാണ്, അല്ലെങ്കിൽ ആ പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സൊല്യൂട്ട്. ആ സൊല്യൂട്ടിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ പ്രഷർ വേണം. മനസ്സിലായോ? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച്, ഇവിടെ സൊല്യൂഷനിലല്ലേ നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സൊല്യൂഷൻ, ഏത് സൊല്യൂഷനിലേക്കാണോ പ്രഷർ കൊടുക്കുന്നത് അതിലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചായിരിക്കും എന്ത് സംഭവിക്കുന്നത്? അവിടുത്തെ പ്രഷർ റിക്വയർമെന്റ് ഉണ്ടാകുന്നത്. പറഞ്ഞ മനസ്സിലായോ? ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. മോർ ദ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് എങ്കിൽ ഗ്രേറ്റർ വിൽ ബി ദ പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രഷർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും.
സൊല്യൂഷനിലെ എവിടാണ് സൊല്യൂഷൻ, ആ സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ ആ എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ച് കൂടുതൽ പ്രഷർ എന്തിനാവശ്യമായിട്ട് വരുന്നു, ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നു. മനസ്സിലായോ? അപ്പോൾ അതാണ് ഓസ്മോട്ടിക് പ്രഷറും സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഓസ്മോട്ടിക് പ്രഷറും കൂടും. അതായത് കൂടുതൽ പ്രഷർ ഉണ്ടെങ്കിലേ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. ഓസ്മോട്ടിക് പ്രഷർ എന്തിന് ഈക്വൽ ആണ്? ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്താണ്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലേ? സൊല്യൂട്ട് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. പഠിച്ചില്ലേ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ഓൾസോ നോൺ ആസ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. ഇവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും ന്യൂമറിക്കലി എന്തിന് ഈക്വൽ ആയിരിക്കും? ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. ന്യൂമറിക്കലി എന്ന് വെച്ചാൽ എന്താ? ആ നമ്പർ അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായോ? നമ്പർ എത്രയാണോ ആ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ദേ ആർ ഓപ്പോസിറ്റ് ഇൻ സൈൻ. ഇതെങ്ങനെയാണ് ഈക്വൽ ആകുന്നത്? ന്യൂമറിക്കലി ഈക്വൽ ആണ്. എന്നാൽ ദേ ആർ ഓപ്പോസിറ്റ് ഇൻ സൈൻ. They are opposite in sign. സൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. They are opposite in sign. മനസ്സിലായോ? അത് സൈൻ വെച്ചാൽ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാ? അതായത് നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പറഞ്ഞപ്പോൾ പറഞ്ഞു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആണ് എന്ത്? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. സൊല്യൂട്ട് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? എന്നാൽ ഇവിടുത്തെ പ്രഷർ അതിൻ്റെ വാല്യൂ പ്രഷർ കൂടുന്നു. കൂടുതൽ പ്രഷർ വേണമെന്നല്ലേ പറയുന്നത്? അപ്പോൾ പ്രഷർ കൂടുന്നു. അപ്പോൾ ആ പ്രഷറിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? പക്ഷേ രണ്ടിൻ്റെയും നമ്പർ അളവ് പറയുന്ന നമ്പർ ഇല്ലേ? ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 എന്നാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 6 എന്നാണ് പറയുന്നത് എങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ +6 ആയിരിക്കും. എന്നാൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ -6 ആയിരിക്കും. മനസ്സിലായോ? ന്യൂമറിക്കലി 6 രണ്ടുപേരും ഈക്വൽ ആണ്. പക്ഷേ സൈൻ വരുമ്പോൾ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആയി പോകും. മനസ്സിലായോ? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എപ്പോഴും ഏത് വാല്യൂ കാണിക്കുന്നതാണ്? നെഗറ്റീവ് വാല്യൂ കാണിക്കുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓസ്മോസിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം their higher concentration to the lower concentration through a semi-permeable membrane. ഓക്കെ. കോൺസെൻട്രേഷൻ കൂടിയെടുത്ത് നിന്നും കുറഞ്ഞെടുത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. എന്തിലൂടെ? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ടോണോപ്ലാസ്റ്റ് ഉണ്ട്, എഗ് മെംബ്രെയിൻ ഉണ്ട്. ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. പക്ഷേ പ്ലാന്റ്സിലെ സെൽവാൾ എന്തല്ല? സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ല. കാരണം സെൽവാള് സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും ഉള്ളിലേക്ക് കടത്തിവിടും. ഓക്കെ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എപ്പോഴും എന്തിനെ മാത്രമാണ്? സോൾവെന്റിനെ മാത്രമാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഈസി ആയിട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നീട് നമ്മൾ ഓസ്മോസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന 2 സെറ്റപ്പ് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ആയിരുന്നു പൊട്ടറ്റോ ഓസ്മോമീറ്റർ അല്ലേ? ഫസ്റ്റ് ഏതായിരുന്നു? പൊട്ടറ്റോ ഓസ്മോമീറ്റർ. ഒരു പൊട്ടറ്റോ എടുക്കുന്നു, അതിലൊരു ക്യാവിറ്റി ഉണ്ടാക്കുന്നു, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്യുന്നു. അതാണ് പൊട്ടറ്റോ ഓസ്മോമീറ്റർ. എന്നിട്ട് അതിനെ നമ്മൾ എവിടെ ഇറക്കി വെക്കുന്നു? ഒരു ബീക്കറിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. കുറച്ച് ടൈം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. കാരണം എന്താണ്? ബീക്കറിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. എന്നാൽ പൊട്ടറ്റോയുടെ ക്യാവിറ്റിക്കുള്ളിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും വാട്ടർ എന്ത് ചെയ്യും? കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അവിടെ എന്ത് സംഭവിച്ചു? ഓസ്മോസിസ് സംഭവിച്ചു.
അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? പൊട്ടറ്റോയുടെ ക്യാവിറ്റിയുടെ ഉള്ളിലെ ആ ഒരു സൊല്യൂഷന്റെ ലെവൽ ഇൻക്രീസ് ചെയ്തു, റൈസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓസ്മോസിസ് യൂസിങ് തിസിൽ ഫണൽ ഓസ്മോസ്കോപ്പ്. തിസിൽ ഫണൽ ഓസ്മോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്താ ഓസ്മോസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാ പറഞ്ഞത്? ഒരു തിസിൽ ഫണൽ എടുക്കുന്നു, അതിൽ എന്ത് ഫില്ല് ചെയ്യുന്നു? സൂക്രോസ് സൊല്യൂഷൻ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അത് ഇൻവെർട്ടഡ് ആയിട്ട് എവിടെ പ്ലേസ് ചെയ്യുന്നു? ഒരു ബീക്കറിലെ വാട്ടറിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇനി ബീക്കറിലെ വാട്ടറും തിസിൽ ഫണലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ എന്തുണ്ട്? തിസിൽ ഫണലിലെ സൂക്രോസ് സൊല്യൂഷനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ എന്തുണ്ട്? സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ എഗ് മെംബ്രെയിൻ ഉണ്ട്. ഇങ്ങനെ ഈ ഒരു എന്താ സെറ്റപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ബീക്കറിലെ വാട്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും? സൂക്രോസ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിയുമ്പോൾ സൂക്രോസ് സൊല്യൂഷന്റെ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അവിടെ എന്ത് നടന്നു? ഓസ്മോസിസ് നടന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? അത് എത്ര വരെ ഇൻക്രീസ് ചെയ്യും? രണ്ടിടത്തെയും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിൽ വരുന്നത് വരെ അങ്ങനെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇനിയിപ്പം നമ്മൾ ഈ ഒരു തിസിൽ ഫണലിന്റെ മുകളിൽ നിന്നും ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഇറ്റ് ഈസ് ദ പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ ന്യൂമറിക്കലി വാല്യൂവിൽ എന്തുമായിട്ട് ഈക്വൽ ആണ്? ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. ഓസ്മോട്ടിക് പൊട്ടൻഷ്യലുമായിട്ട് ഈക്വൽ ആണ്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ പഠിച്ചിട്ടില്ലേ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി സൈൻ വെച്ച് നോക്കിയാൽ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. അതായത് ഓസ്മോട്ടിക് പ്രഷർ, ആ പ്രഷർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. എന്നാൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? നെഗറ്റീവ് വാല്യൂ കാണിക്കുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഓസ്മോട്ടിക് പ്രഷർ കൂടുന്നു. എന്തിനനുസരിച്ച് കൂടുന്നു? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച്. അതായത് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രഷറിന്റെ റിക്വയർമെന്റും കൂടുതലായിരിക്കും. ഓക്കെ. ദ ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ? അത്രയാണ് നമുക്ക് ഓസ്മോസിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.